ഹായ് എവരി വൺ, ബിയോണ്ട് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്പി യോഗേർട്ട് സലാഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്പി അതായത് കാബൂൾ കടല 500 ഗ്രാം, ഒരു കക്കേരി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ, 400 ഗ്രാം യോഗേർട്ട്. ആദ്യം നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ രാവിലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. കടല നല്ലോണം കുതിർത്താലേ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കടലിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ 5 വിസിൽ കഴിഞ്ഞ് കുക്കർ ഓഫാക്കിയിട്ടുണ്ട്. കടല ഇപ്പോൾ നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എടുത്ത് വെച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒലീവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലും എടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മുങ്ങിട്ട് നിൽക്കും. ഇനി കടുക് പൊട്ടിയതിന് ശേഷം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കടുകും ജീരകവും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ക്യാരറ്റ് നമുക്ക് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച കക്കരി കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് എരിവിന് വേണ്ടി പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്.
ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കുമ്പോൾ പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ വേണം. തൈര് ചേർത്തതിന് ശേഷം അത് ചൂടാക്കാൻ പാടില്ല, തൈര് പിരിഞ്ഞു പോകും. ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചപ്പ് കൂടെ ഇട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ചൂടോടെ തന്നെ ഒന്ന് അടച്ചു വെക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിക്പി യോഗേർട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.